വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചെലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി? ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 70 കോടി വെച്ചത് ഈ പ്രാവശ്യം 80 കോടിയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 90 കോടി വെച്ചത് ഈ പ്രാവശ്യം 95 ആക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി വെച്ചത് 150 ആക്കുന്നു. ഈ 70ഉം 80ഉം 90ഉം 100ഉം വെച്ചെടുത്ത് 38% ചെലവാക്കിയിരിക്കുന്നത്. 38%. മാത്രമല്ല, ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാന്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നന്റ് ആയിട്ട് പോവാൻ. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിന്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിന്റെ സൈസ് അങ്ങനെ തന്നെ പോവാണ്. എന്നിട്ട് ഇപ്പൊ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ. കറക്റ്റാണ്, ന്യൂ നോർമൽ. എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോ കേരളത്തിന്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ്. അപ്പൊ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇപ്പോ 2021 അധികാരത്തിൽ വന്നത് 2,500 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാണ്. 1,600 രൂപയിൽ ജനങ്ങളെ കബളിപ്പിച്ചാണ്. കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല. കൊടുത്തോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പൊ വീണ്ടും അത് കൂട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു, ഇവിടെ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട്.
ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ ഇത് കണക്കാണ്. ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് 2% കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായി 11ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളം. മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല. കാരണം കയ്യിൽ പൈസയില്ല. പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ആർ ശങ്കർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത്. അതുപോലെ കടം 2021 അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ. എങ്ങനെയാണെന്നറിയാം, കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിന്. എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കോവിഡൊക്കെ മാറി, അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും. തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള 2025-26 ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു? 1,52,000 കോടി അല്ലേ ആയിരുന്നു. ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത്? 1,37,000 കോടി. 15,000 കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ്. ചെലവ് 1,79,000 കോടി പറഞ്ഞെടുത്ത് 1,73,000 കോടി. കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ 27,000 കോടി, 36,000 കോടി എസ്റ്റിമേറ്റ് വന്നു. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല. കാരണം 2024 ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നു. അവര് ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല. പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല. പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ പോണ പോക്കില് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ? അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പൊ 1 രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല. 1 രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ 5 കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. DA കുടിശ്ശിക. ഇപ്പൊ DA പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ മാസത്തെ മാർച്ചിലും DA ആണ് പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. DA കുടിശ്ശികയുണ്ട്. 6 DA കുടിശ്ശികയുണ്ട്. ഹ്യൂജ് എമൗണ്ട് ആണ്. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് ഈ ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് 1 ലക്ഷം കോടിയാണ്. 1 ലക്ഷം കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത്. അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവെച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം. കഴിഞ്ഞ വർഷം 48.85 കോടി, ഈ വർഷം അത് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു 70 കോടി, ഈ വർഷം 100 കോടിയാക്കിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിൽ ആകെ 42% മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും രൂക്ഷമായ വന്യജീവി ആക്രമണം നടക്കുന്ന സമയത്ത് നീക്കിവെച്ച തുക ചെറുത്. എന്നിട്ട് അതിന്റെ 42% ചെലവാക്കിയ ആളുകൾ പറയാം ഞങ്ങൾ ഈ പ്രാവശ്യം 100 കോടിയായിട്ട് ഉയർത്തുമെന്ന്. എത്ര ഉയർത്തിയാൽ എന്താ? 35-40 മാത്രമാണ് ചെലവാക്കുന്നത്. അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ പദ്ധതി വലിയ തുക അനുവദിച്ചു. എത്ര രൂപയാണ് ചെലവാക്കിയെന്നറിയാം? 20% ചെലവാക്കിയത്. 20%. റബ്ബർ കർഷകർക്ക് 2015 150 രൂപ UDF ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഈ 10 കൊല്ലം കൊണ്ട് 50 രൂപയാണ് കൂട്ടിയത്. 50 രൂപ 250 രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ 10 കൊല്ലം കൊണ്ട് കൂട്ടിയത് വെറും 50 രൂപ മാത്രമാണ്. കിഫ്ബി പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം എല്ലാ പദ്ധതികളും അതിന്റെ ബാധ്യതയാണ്. നെല്ല് സംഭരണം തകർന്ന് തരിപ്പണമായി. അതുപോലെ തന്നെയുള്ള നിരവധി വിഷയങ്ങൾ ആരോഗ്യരംഗത്ത്
ഉള്ള ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസ്, അതിനെക്കുറിച്ചൊക്കെ വലിയ ക്ലെയിമൊക്കെ നടത്തിയെങ്കിലും 1200 കോടി കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്. കാരുണ്യ ബെനവലന്റ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ SC വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. SC വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് 500 കോടിയാണ്. ST വിഭാഗത്തിന്റെ വെട്ടിക്കുറച്ചത് 112 കോടിയാണ്. അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവമാണ്. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.